ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോസ്മീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് യൂറോപ്യൻ കൺട്രിയിൽ അയർലൻഡ് അല്ലെങ്കിൽ യു കെയിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ അത്യാവശ്യമായിട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് നമ്മൾ അയർലൻഡിലേക്കാണ് നമുക്ക് കുറച്ച് ലിക്വിഡ് ക്യാഷായിട്ട് യൂറോ കരുതേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ യു കെയിലേക്ക് വരുന്നെങ്കിൽ നമ്മൾ കുറച്ച് പൗണ്ട് കരുതേണ്ടതാണ്. അതായത് ഒരു 1500 2000 നമ്മൾ കരുതുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ലിക്വിഡ് ക്യാഷ് കരുതേണ്ടതാണ്. ഫസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ ക്ലോത്ത്സിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു വിൻ്റർ ജാക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനോട് നമ്മൾ ഒരു വിൻ്റർ ജാക്കറ്റ്, അത് ഹൂഡഡ് ആയിട്ടുള്ള ഒരു വിൻ്റർ ജാക്കറ്റ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു വിൻ്റർ ജാക്കറ്റ് നമ്മൾ കൊണ്ടുവരണം. ഒത്തിരി പൈസയുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഒരെണ്ണം കൊണ്ടുവരാം. പിന്നെ നമുക്ക് കുറച്ചുള്ള കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാം. എപ്പോഴും ഇവിടുത്തെയാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷെ നമ്മൾ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് എന്തായാലും ഒരു വിൻ്റർ ജാക്കറ്റ് വാട്ടർ പ്രൂഫ് കരുതേണ്ടതാണ്. രണ്ടാമതായിട്ട് നമ്മൾ സ്വെറ്ററുകൾ കരുതുക, ഒരു 2-3 സ്വെറ്റർ കരുതുക. നെക്സ്റ്റ് നമ്മൾ തെർമൽ വിയർ, അത് ഹാഫ് കൈയുടെ ആയാലും ഫുൾ കൈയുടെ ആയാലും 2-3 പെയർ നമ്മൾ കരുതാൻ നല്ലതാണ്. കാരണം നമുക്ക് ഇടുന്ന ഡ്രസ്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇത് ഇട്ടാലാണ് കുറച്ചും കൂടി നമുക്ക് ഇവിടുത്തെ തണുപ്പിന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ സോക്സാണ്. സോക്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട സാധനമാണ് സോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 9-10 പേരായാലും കുഴപ്പമില്ല, നമുക്കത് ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അത് നമ്മുടെ ഇഷ്ടപ്രകാരം എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും അത്രത്തോളം കൊണ്ടാൽ അത്രയും നല്ലത്. നെക്സ്റ്റ് നമ്മൾ ക്യാപ്പ് ഗ്ലൗസാണ്. അത് 1-2 പേർ കൊണ്ടാലും മതി. ക്യാപ്പ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ 2 ചെവി നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ളത് കൊണ്ടുവരിക. പിന്നെ ഗ്ലൗസ് ആയാലും 1-2 പേർ കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മൾ വരുന്നത് യൂണിഫോമാണ്. അത് അക്കോർഡിംഗ് ടു നമ്മളെങ്ങനെ വരുന്നത് വെച്ചാൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആണ് ഈ യൂണിഫോമിൻ്റെ അത്ര ആവശ്യമില്ല. പക്ഷേ ജോബ് വിസയ്ക്ക് വരുന്നുണ്ട്, പ്രത്യേകിച്ച് നഴ്സുമാരൊക്കെ വരുന്നെങ്കിൽ നമ്മൾ നേഴ്സിംഗ് ഹോമിലാണോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണോ നമ്മൾ വിളിച്ച് വെച്ചിട്ട് ആ യൂണിഫോം കൊണ്ടുവരികയാണെങ്കിൽ അത്ര എക്സ്പെൻസീവ് ആയിരിക്കില്ല. നെക്സ്റ്റ് നമ്മൾ ഷൂസാണ്. ഷൂസ് നമുക്ക് ഒത്തിരി 1-2 പെയറൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ജോഡി ഷൂസ് കൊണ്ടുവരികയാണെങ്കിൽ അത് ബ്ലാക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കൂടുതലും നമ്മൾ ബ്ലാക്ക് ഷൂസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ്. ഇലക്ട്രിക്കൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാപ്ടോപ്പ്, സ്റ്റുഡൻറ്റ് വിസയ്ക്കൊക്കെ വരുന്നവരാണെങ്കിൽ ലാപ്ടോപ്പ് കൊണ്ടുവരിക. അല്ലാത്തവരാണെങ്കിൽ ഒരു ഇഷ്ടാനുസരണം കൊണ്ടുവരിക. പിന്നെ നെക്സ്റ്റ് പ്രധാനമായിട്ട് കൊണ്ടുവരുന്ന ഇലക്ട്രിക് ഐറ്റമാണ് നമ്മുടെ ഈ അഡാപ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ സ്ക്വയർ അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 5-6 പേർ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, എക്സ്പെൻസീവാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചീത്തയായി പോകും. അപ്പോൾ നമ്മളൊരു 6-7 ഈ സ്ക്വയർ അഡാപ്റ്റർ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ യൂട്ടൻസിൽസാണ് കൊണ്ടുവരുന്നതെന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡക്ഷൻ ബേസ്ഡ് കുക്കറാണ്. നമ്മൾ സിംഗിളായിട്ട് വരികയാണെങ്കിൽ ഒരു 2 ലിറ്ററിൻ്റെ കുക്കറായാലും മതി. പക്ഷേ ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ അതനുസരിച്ച് വലിയ കുക്കർ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ട് കൊണ്ടുവരിക. പിന്നെ കടായി കൊണ്ടുവരിക. പിന്നെ നമ്മൾ ഫ്രൈയിങ് പാൻ കൊണ്ടുവരിക. പിന്നെ നമ്മൾ പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ അതൊക്കെ നമ്മൾ 1-2 കൊന്നാൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റെൻറ്റിൽ ആണല്ലോ താമസിക്കുള്ളൂ ഇനീഷ്യലി. അപ്പം നമ്മുടെ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും അത്യാവശ്യം വേണ്ട പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണൊക്കെ. അപ്പോൾ അത് ഒത്തിരി ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ ആവശ്യത്തിന് തന്നെ കൊണ്ടുവരാം. പിന്നെ ഒരു അരിപ്പ കൊണ്ടുവരികയാണെങ്കിൽ ഇതായിരിക്കും നമുക്ക് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുക്കറിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് കുറച്ച് ചിരട്ട പുട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരിക. പിന്നെ നമ്മൾ ചെറിയൊരു കപ്പ് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് നമ്മൾ ഇവിടെ കൂടുതൽ ടിഷ്യൂ പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാഷ്റൂമിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കപ്പ് ഉണ്ടെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകളാണ്. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വഴി നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കയ്യിൽ തന്നെ കരുതുക. പിന്നെ നമ്മൾ ജോബ് വിസയ്ക്ക് വരുന്നെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ്, പിന്നെ അവരുടെ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഉള്ള പേപ്പറുകളൊക്കെ നമ്മൾ കരുതുക. പിന്നെ കുറച്ച് ഫോട്ടോസ്, അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസും കരുതുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ് അംബ്രല്ല. അതായത് ഇവിടെ ഭയങ്കര കാറ്റാണ്, അതുപോലെ എപ്പോഴും മഴയാണ്. അത് പെട്ടെന്ന് തന്നെ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ വെയിലാണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ മഴയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോഴും ഒരു അംബ്രല്ല കരുതുന്നത് നല്ലതായിരിക്കും. അത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത്രയും നല്ലത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് ആണ്. അത് പെന്ന്, പെൻസില്, ബുക്ക് അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം 1-2-3 കൊണ്ടുവരിക. പെൻ കൊണ്ടുവരുന്നത് അത്യാവശ്യം നമ്മൾ കൊണ്ടുവരിക. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അരി, അതായത് നമുക്ക് ഇനീഷ്യലി കുറച്ച് മാസം ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. എല്ലായിടത്തും ഏഷ്യൻ സ്റ്റോർസ് ഉണ്ട്. അപ്പോൾ 1-2 മാസത്തേക്കുള്ള കുറച്ച് അരി, പയറുവർഗ്ഗങ്ങൾ, പിന്നെ കുറച്ച് മസാലകൾ, പൊടിവർഗ്ഗങ്ങൾ, റവ, അങ്ങനെ അരിപ്പൊടിയൊക്കെ കുറച്ച് അത്യാവശ്യം വേണ്ട 1-2 മാസത്തേക്ക് മാത്രം കൊണ്ടാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് മേടിക്കാവുന്നതാണ്. നെക്സ്റ്റ് വരേണ്ടതാണ് മെഡിക്കേഷൻസ്. മെഡിക്കേഷൻസിൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ പെട്ടെന്ന് ഒരു തണുപ്പ് കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് ചുമ, ജലദോഷം, പനി, ടോൺസിലൈറ്റിസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട മെഡിക്കേഷൻസ് നമ്മൾ കൊണ്ടുവരിക. വെച്ചിട്ടുണ്ടെങ്കിൽ GP കാണാൻ പോകുക എന്നൊക്കെ വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇനീഷ്യലി അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മെഡിസിൻസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ടും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൂടെ കരുതേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളത് ലഗേജിൽ വെക്കുക, അതായിരിക്കും കുറച്ചും കൂടി സേഫ്.
അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രിയായ പ്രധാനമായിട്ട് യുകെയിൽ അയർലൻഡിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഓക്കെ, ബൈ.